നമസ്കാരം. എവിടെ നോക്കിയാലും മൂന്നാം മൂഴത്തിന് വേണ്ടിയുള്ള PR വർക്കുകളാണ്. മോഹൻലാലുമായിട്ടുള്ള അഭിമുഖം, അതുപോലെ തന്നെ ഇവിടെ മതസാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് അഭിപ്രായം പറയിക്കൽ. ചില മുഖ്യധാര ചാനലുകളൊക്കെ ഇവിടെ ഈ മൂന്നാം മൂഴത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ഗുണങ്ങളും ഉണ്ടായിരിക്കും. എന്തായാലും അത്തരത്തിലുള്ള ചാനലിന്റെ പ്രതിനിധികൾ, അതാത് മേഖലകളിലെ റിപ്പോർട്ടർമാർ മതസാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് അത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നു. അവർ അവരുടേതായ രീതിയിൽ ചില മറുപടികൾ പറയുന്നു. ഈ മറുപടിയൊക്കെ എങ്ങനെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുണമുണ്ടാക്കാം എന്ന രീതിയിൽ ചില ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇതൊക്കെ സംഭവിക്കുന്നത്. ഞാനിവിടെ ഈ ഒരു വിഷയം പറയാൻ കാരണം, ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഖലീൽ ബുഖാരി തങ്ങൾ. അദ്ദേഹം ഇവിടെ ഒരു ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ്. അദ്ദേഹം പറയുന്നത്, ഈ തുടർഭരണവുമായി ബന്ധപ്പെട്ട് ആരാണോ നല്ലത്, ജനങ്ങളുമായി നല്ല രീതിയിൽ പെരുമാറിയത് ആരാണോ അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞു എന്ന രീതിയിൽ ഈ ചാനൽ ഒരു പോസ്റ്റർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് കൈകൊടുത്ത ആളുകളുമായി ഞങ്ങൾ കൂട്ടുകൂടാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന രീതിയിലാണ് ഈ പോസ്റ്റർ. ആ പോസ്റ്റർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഒരു പോസ്റ്ററാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് എന്നെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്തായാലും ഈ ഖലീൽ ബുഖാരി തങ്ങൾ അദ്ദേഹം നിലകൊള്ളുന്ന മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ഈ സംഘടനയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കേണ്ടി വരും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ ഡോക്ടർ മുഹമ്മദ് AP അബ്ദുൽ ഹക്കീം മസേരി, കാന്തപുരം ഉസ്താദിന്റെ മകനാണ്, മുസ്ലിം ജമാഅത്തിന്റെ നേതാവാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിലപാടുണ്ട്, രാഷ്ട്രീയ നിലപാടൊക്കെ ഉണ്ട്, ഞങ്ങൾ അതിൽ ഇടപെടാത്ത ആളുകളൊന്നുമല്ല. പക്ഷെ ഞങ്ങൾ ഇടപെടുന്ന കാര്യം അല്ലെങ്കിൽ ഇടപെട്ട കാര്യം, ഞങ്ങളുടെ തീരുമാനം അത് വളരെ രഹസ്യമായിരിക്കും. അത് പരസ്യമാക്കി ഞങ്ങൾ അങ്ങനെ മാധ്യമങ്ങളോട് പറയാറൊന്നും പതിവില്ല. നിങ്ങൾക്ക് അത് അറിയാഞ്ഞിട്ടാണ്. ഞങ്ങളുമായി ബന്ധപ്പെടുന്ന മാധ്യമങ്ങൾക്കൊക്കെ സാധാരണ ഇക്കാര്യം അറിയാം. നിങ്ങളെന്തോ അതറിയാതെയാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ഈ ഇതിനുള്ള മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് സംഘടനാ നിലപാടെങ്കിൽ, ഇവിടെ ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന ഈ കാര്യം സത്യമാണെങ്കിൽ, അദ്ദേഹം പറഞ്ഞത് സംഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഇടപെടൽ ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. തങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വ്യക്തിപരമായി എനിക്ക് തങ്ങളെ വളരെയധികം ഇഷ്ടമാണ്, ബഹുമാനമാണ്. പക്ഷേ രാഷ്ട്രീയം പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് തങ്ങളാണെങ്കിലും ആരാണെങ്കിലും ശ്രദ്ധിക്കണം എന്ന ഒരു അഭിപ്രായം അതുകൂടെ ഞാനിവിടെ പങ്കുവെക്കുകയാണ്. എന്തായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഖലീൽ ബുഖാരി തങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുമായി UDF ബന്ധമുണ്ടാക്കി, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന സംവിധാനവുമായി ബന്ധമുണ്ടാക്കി, അതുകൊണ്ട് അവർക്ക് കൈകൊടുക്കാൻ ഞങ്ങളില്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള വിയോജിപ്പാണ് അദ്ദേഹത്തെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് എന്നൊക്കെയാണ് വാർത്ത. എന്തായാലും പ്രിയപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി ആണോ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഭീഷണി? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇവിടെ പൊതുവെ മുസ്ലിങ്ങളുമായിട്ട് അല്ലെങ്കിൽ സുന്നികളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചില വിഷയങ്ങളിൽ. അതിലപ്പുറം മുസ്ലിം മതവിഭാഗത്തെ മൊത്തത്തിൽ ഇവിടെ നിന്ന് നാട് കടത്തണം എന്നുള്ള അഭിപ്രായം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടോ? സംഘപരിവാർ സംഘടനകൾക്കുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ദ്രോഹങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ടോ? ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി സുന്നി എന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുവെ നോക്കാറുണ്ടോ? രാജ്യത്ത് മറ്റു സ്ഥലങ്ങളിലെയൊക്കെ സംഭവങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടതാണ്. ഖലീൽ ബുഖാരി തങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ തയ്യാറാകണം എന്നുള്ളതാണ് എന്റെ ഒരു അഭ്യർത്ഥന. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, വിയോജിപ്പുകൾ ഉണ്ടായിരിക്കാം. എനിക്കുമുണ്ട്. ഞാനൊരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്. പ്രത്യേകിച്ച് സംഘടനകളിലൊന്നും മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും സുന്നി ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. എന്റെ കുടുംബ പശ്ചാത്തലവും അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖലീൽ ബുഖാരി തങ്ങളെയും ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും കാന്തപുരം AP ഉസ്താദിനെയും ഒക്കെ അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. ഇപ്പോഴും അതൊക്കെ ഉണ്ട്, അതിലൊന്നും മാറ്റമില്ല. പക്ഷേ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിലുള്ള ഇടപെടലുകളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും ഒക്കെ അത് പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞ് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആളുകളുടെ വോട്ടുകൾ ഭിന്നിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ അത് ഗുണം ചെയ്യുന്നത് സംഘപരിവാർ സംവിധാനങ്ങൾക്ക് തന്നെയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി
സംഘപരിവാർ സംവിധാനങ്ങളുമായി അടുത്തിടപഴകുന്ന വ്യക്തിയാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ പല നിലപാടുകളും അത് സംശയങ്ങൾക്ക് വക നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായിട്ടുള്ള വ്യക്തി, അയാളെ സംരക്ഷിക്കാൻ ഒരുപാട് തവണ ചില ആളുകളൊക്കെ ശ്രമിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അയാൾക്ക് ചട്ടവിരുദ്ധമായി പരോൾ നൽകി എന്ന വാർത്തയും വരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറകിലൊക്കെ ചില ആളുകളൊക്കെ ഉണ്ട്, ചില ആളുകളൊക്കെ സഹായിച്ചിട്ടുണ്ട്, ചില ആളുകളുടെയൊക്കെ സഹായമില്ലാതെ അതൊന്നും നടക്കില്ല എന്നുള്ള അഭിപ്രായങ്ങൾ വ്യാപകമായി ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും അതുപോലെ തന്നെ അഭിപ്രായം പറയുന്നതും ഒക്കെ സൂക്ഷിച്ചു വേണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ചില ചാനലുകളൊക്കെ ചില ആളുകൾക്ക് വേണ്ടി PR വർക്കുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. PR വർക്ക് നടത്തി ഏത് വിധേനയും മൂന്നാം ഊഴം ഉറപ്പിക്കുക എന്നൊക്കെയുള്ള ചില ലക്ഷ്യങ്ങൾ ചില ആളുകൾക്കുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള PR വർക്കിന്റെ ഭാഗമായി ഇവിടെ സംഘടനാ നേതാക്കന്മാർ, സമുദായ മതസംഘടനാ നേതാക്കന്മാർ ഒരിക്കലും അങ്ങനെ പെട്ടുപോകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ സംഘടനയുടെ അഭിപ്രായം എന്താണോ അത് പറയുന്നതിലൊന്നും തെറ്റില്ല. കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ച് ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളിൽ മറുപടി പറയണം. താങ്കൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്.